ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ സമയം ഇപ്പൊ 11 മണിയായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഇന്നത്തെ ഒരു മൂവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗൺ മൂവ് തന്നെയാണ് തന്നുകൊണ്ടിരുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, പക്ഷെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഈ ഒരു ലോവറിന്റെ അടുത്ത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. നമ്മുടെ ട്രേഡ് ഓൾറെഡി ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ട്രേഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണാൻ പറ്റും. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഞാൻ എടുത്ത ട്രേഡിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ മൈനസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എസ് എൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും 44 എസ് എൽ. ഈ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് മെയിൻ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഇട്ട് നോക്കാം. ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലോസ് ആക്കുന്നതായിരിക്കും. ഓക്കെ, കാണാൻ പറ്റും ഇവിടെ എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈൻ തട്ടി മാർക്കറ്റ് റിവേഴ്സ് അടിക്കുന്നുണ്ട്. വലിയ ബുള്ളിഷ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു 20 പോയിന്റോളം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എനിക്ക് നിഫ്റ്റിയിൽ 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഫസ്റ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി മാർക്കറ്റ് ബോളിഞ്ചർ ബാൻഡിന്റെ ഔട്ട് സൈഡ് ആണ് ഉള്ളത്. അപ്പൊ ബോളിഞ്ചർ ബാൻഡ് ഔട്ട് ഉള്ളിടത്തോളം കാലം മാർക്കറ്റ് ഉള്ളിലോട്ട് വരും. ഓക്കെ, ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് ഉള്ളിലോട്ട് വരാൻ വേണ്ടി മാർക്കറ്റ് എന്തായാലും ശ്രമിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എപ്പോഴൊക്കെ ബോളിഞ്ചർ ബാൻഡ് ഔട്ട് വന്നിട്ടുണ്ടോ മാർക്കറ്റ് ഉള്ളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ബോളിഞ്ചർ ബാൻഡിന്റെ കൺസെപ്റ്റ് വെച്ചൊന്നും അല്ല ട്രേഡ് ചെയ്യുന്നത്. നോക്കാം എന്തായാലും. അഥവാ മാർക്കറ്റ് ഒരു അപ്പ് മൂവ് വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ, അതായത് നമ്മുടെ ഡേ ക്യാൻഡലിൽ ഈ ഒരു EMA വരെ പോവാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് വീണ്ടും നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ FI ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ FI ആൻഡ് DI ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ട്രോങ് ബിയറിഷ് ആണ്. FI പ്രോ DI ഒക്കെ ബിയറിഷ് ആണ്. നമ്മുടെ ക്ലയന്റ് മാത്രമേ എന്താ പറയാ സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടുന്ന് മാർക്കറ്റ് എത്ര ഒരു അപ്പ് മൂവ് വന്നാലും അവിടുന്ന് ഒരു ഫോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം FI ഡാറ്റ ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാണാൻ പറ്റും നമ്മുടെ ലോസ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എന്തായാലും ബ്രേക്ക് ചെയ്യും. നമ്മൾ SL എടുക്കാനുള്ള ചാൻസും കൂടുതലാണ്, കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു നിങ്ങൾ ചോദിക്കുന്ന ഇത്രയും ലോസ് എങ്ങനെയാണ്, അത് ഞാൻ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം അതിന്റെ ഒരു ലോസ് കൂടെ ആഡ് ആയിട്ടാണ് ഈ ഒരു ലോസ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വലിയൊരു പ്രോഫിറ്റിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം ഈ ഒരു ലോസ് റിക്കവർ ആവുന്ന ഒരു ടൈമിൽ SL ഞാൻ കയറ്റി വെച്ചിട്ട് എക്സിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നോക്കാം. ഇതിപ്പോ എക്സാക്റ്റ് ആണ്. ഇതിപ്പോ മാർക്കറ്റ് ഓക്കെ ആണ്, കാരണം ലോ ലോ ലോ. ഓക്കെ, ഹയർ ലോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് ഈ ഹയർ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കാണാൻ പറ്റും മിക്കവാറും ഹയർ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഓക്കെ ആണെന്നാണ് അർത്ഥം. നമുക്ക് ലൈൻ ഇട്ട് വെക്കാം. ഓക്കെ, ഇതാണ് ആ ലൈന്. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഒരു സ്ട്രോങ് ബൈ ഉണ്ടോ. നമ്മുടെ ഹയർ ലോ ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തില്ല എന്ന് പറയാം. അവിടുന്ന് ഒരു ബൈങ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ ഈ ഒരു ബൈങ് അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും. കണ്ടോ, ഇത് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും, ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഒരു പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് താഴോട്ട് വരാനും ചാൻസ് കൂടുതലാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് സ്ട്രോങ് ബൈങ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ട്രോങ് ബൈ തന്നെയാണ്. നമുക്ക് നോക്കാം എന്തായാലും. ഓൾമോസ്റ്റ് ഇപ്പോ 57, 58 ഈ ഒരു ക്യാൻഡിൽ തീരാൻ ഓക്കെ ആണ്. ഈ ഒരു ക്യാൻഡിൽ തീരാൻ ഇനി ഒരു 20 സെക്കൻഡ് കൂടി ഉണ്ട്. ഇവിടുന്ന് ഒരു ക്വാണ്ടിറ്റി നമുക്ക് 55 കുറച്ച് ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്യാം. കാരണം നമ്മുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോസ് നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറി വന്നാല് നമ്മുടെ ലോസ് നമുക്ക് മാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതേ ഇപ്പൊ കറക്റ്റ് 15 ആയിരിക്കും നമ്മൾ ബൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കും. 150 ആഡ് മോർ ക്വാണ്ടിറ്റി 53 52 വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളൊരു 4 ക്വാണ്ടിറ്റി ആണ് കൂട്ടുന്നത്. അത് മതി. ഓക്കെ, എസ് എൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, 44.8 അത്യാവശ്യം നമ്മളിവിടെ എസ് എൽ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു പറഞ്ഞല്ലോ, നമ്മളെ ഈ ഒരു ഭാഗം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോ മിക്കവാറും നമ്മൾ എസ് എൽ ഇട്ടാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എൽ കിട്ടാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇതാ നമ്മുടെ എസ് എൽ ഇപ്പോ ഓൾമോസ്റ്റ് ഹിറ്റായി ആയില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 48 വരെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എസ് എല്ലിന്റെ അടുത്തോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മളെ കാണാൻ പറ്റും. എസ് എൽ വെച്ചതിന്റെ അടുത്തോട്ടാണ് വന്നത്. ഇതൊക്കെ ഒരു രക്ഷയില്ല. എസ് എല്ലിന്റെ അടുത്ത് വന്ന് എസ് എൽ കൊടുത്തേ പറ്റൂ. നമ്മൾ അവിടെ വീണ്ടും എസ് എൽ ഇനി താഴോട്ട് നമ്മൾ മാറ്റി വെക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇവിടെ എടുത്ത എസ് എൽ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എസ് എല്ലും കൂടിയാണ് എടുക്കാൻ ബാക്കിയുള്ളത്. ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നുകിൽ താഴോട്ട് തന്നെ ഫോൾ ആവാനും ഇല്ലെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഓൾറെഡി ഈ എസ് എല്ലും കൂടെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു കുറച്ചൊന്ന് വയലന്റ് ആവും. അപ്പൊ ഈ ഒരു റേഞ്ച് വരെ വന്നിട്ട് നമ്മൾ എസ് എല്ലും കൂടെ എടുത്തിട്ട് പോകും. നമ്മളൊരു സേഫ് സോണിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇതിപ്പോ ഒരു ഡേഞ്ചർ സോൺ തന്നെയാണ്. സേഫ് സോണിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു EMAന്റെ മേലോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ നമ്മൾ സേഫ് സോൺ എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, നല്ലൊരു ക്യാൻഡിൽ, സ്ട്രോങ് ക്യാൻഡിലാണ് വരുന്നത്. 5 മിനിറ്റിന് ചാർട്ട് ആവട്ടെ ഇത്. പറയാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ ബയേഴ്സിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും മാർക്കറ്റ് നല്ലൊരു ഡൗൺഫോൾ തരാനും ചാൻസ് കൂടുതലാണ്. നമ്മൾ എങ്ങനെ വേണം ചിന്തിക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ട്രാപ്പ് തന്നെ പറയാം. കണ്ടോ, ഇതൊക്കെ ഒരു എസ് എൽ അടിക്കാൻ വേണ്ടി പോയതാണ്. ഓൾമോസ്റ്റ് എസ് എൽ അടിച്ച് തിരിച്ചു വന്ന് വീണ്ടും കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും. ഗൈസ്, അങ്ങനെ ക്ലോസിംഗ് കറക്റ്റ് ആണ് നിങ്ങളുടെ കാണാൻ പറ്റും. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വന്നത്. നല്ലൊരു ക്ലോസിംഗ് ആണ്. നമുക്ക് കുറച്ചിപ്പോ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റിലോട്ട് പോകുമെന്ന്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നത്. ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ ട്രെൻഡ് ലൈൻ എടുത്ത് ഒഴിവാക്കണം. 5 മിനിറ്റ് ട്രെൻഡാണ്. അതിന് വലിയ റോളൊന്നുമില്ല. നമുക്ക് ഈ ഒരു EMAന്റെ മേലോട്ട് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ മാർക്കറ്റ് നമ്മുടെ എസ് എല്ലിന്റെ അടുത്തോട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഇത് മിക്കവാറും നമ്മുടെ എസ് എല്ലും കൊണ്ടേ പോകും. നിങ്ങൾക്ക് ലൈവായിട്ട് എന്റെ എസ് എൽ പോകുന്നവിടെ കാണാൻ പറ്റും. 46. ഓക്കെ, ബ്രേക്ക് ചെയ്ത്. ഓക്കെ, എസ് എൽ പോയി. കൺഫേം എസ് എൽ പോകും ഇപ്പോൾ. കാരണം നിങ്ങളെ കാണാൻ പറ്റും അവിടെ ഒരു മൂവ് ഉണ്ടായത്.
കാരണം ഇതിന്റെ അടിത്തവന്മാരെ എസ് എൽ പോയി. ഇനിയിപ്പോ എന്റെ എസ് എൽ എന്തായാലും പോകും. പ്രൈസ് മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുന്നതായിരിക്കും. കാരണം ലൈവായിട്ട് നമ്മുടെ എസ് എൽ അടിക്കാനും. ഓക്കെ, ഇവിടെ ആർ എസ് ഐ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പ്രസന്റ് ക്രോസ് ഓവർ ആയിട്ടില്ലായിരുന്നു, ഇതും ക്രോസ് ഓവർ ആയി നമ്മൾ എസ് എൽ അടിച്ചു. ഓക്കെ പ്രൈസ്, അപ്പോൾ നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്നതാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.